വീണ്ടും വയനാട്ടിലേക്കാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ. KT സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, പ്രധാനമായും ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലായിരിക്കും ഇന്ന് ആരംഭിക്കുക? ആര്യ, മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലെ 6 മേഖലകളാക്കി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഇത് വനമേഖല ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ചാലിയാറിൻ്റെ ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആളുകളെ കൂടി ഉൾപ്പെടുത്തി പ്രദേശത്തെ പരിചയമുള്ള വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഈ പ്രദേശത്തിൻ്റെ ഒരു സങ്കീർണതകളൊക്കെ പരിഗണിച്ച് വളരെ വിപുലമായ തിരച്ചിലും സംവിധാനവുമൊക്കെ ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്ന് വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം ഇന്നലെ കാര്യമായ തിരച്ചിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥരെല്ലാം ഇത്തരം മീറ്റിങ്ങുകളുടെയൊക്കെ ഭാഗമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കാര്യമായ തിരച്ചിൽ നടന്നിട്ടില്ല. ഇന്ന് രാവിലെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, ആളുകൾ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഈ തിരച്ചിലിന് പോകുന്ന നിങ്ങൾ SYSൻ്റെ പ്രവർത്തകരാണ്? SYSൻ്റെ പ്രവർത്തകരാണ്. ഇവിടെയുള്ള ആളുകളാണ്. ഞങ്ങൾ എടക്കര, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടക്കര. ആദ്യം മുതലേ ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ ചാലിയാറിലായിരുന്നു കുതുവരെ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക്, ആ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. നേരത്തെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വയനാട് ജില്ലയിലെ പ്രവർത്തകർ നേരത്തെ തൊട്ട് ഇവിടെ ഉണ്ട്. ഈ ചാലിയാറിലേക്ക് ഒരു സ്ഥിതിഗതികളെ എങ്ങനെയാണ്? ചാലിയാർ പരമാവധി ഇപ്പോൾ നമ്മൾ എല്ലാ സന്നദ്ധ പ്രവർത്തകരും കൂടി പരമാവധി നമ്മൾ കവർ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നേരം വെളുത്ത് കഴിഞ്ഞാൽ ആളുകൾ, നടക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ ഇപ്പോഴും പോയുടെ ഭാഗങ്ങൾ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരും മറ്റ് ക്ലബ് അംഗങ്ങളും സംഘടനാ പ്രവർത്തകരും സന്നദ്ധ ആളുകളൊക്കെ ഇപ്പോഴും ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഇനി എത്തപ്പെടാത്ത ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോഴും അതിനെ അരിച്ചു പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സാധ്യതകളുണ്ടോ ഇനിയും? അങ്ങനെ തെരച്ചിലിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഇനി നമ്മളെ ഒരു നിരീക്ഷണം വെച്ച് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയല്ല. കാരണം അത്രത്തോളം സന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങി കഴിയാവുന്ന മേഖലകളിലൊക്കെ എന്തായിട്ടുണ്ട്, തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എടക്കര ഭാഗത്തുനിന്നാണ്? എല്ലാവരും എടക്കര ഭാഗത്തുനിന്നാണ്. ഈ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഈ ചാലിയാറിലെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് തന്നെയാണ്. പാറകളും മരങ്ങളൊക്കെ ഒന്നായിട്ട് അടിച്ചു വന്നിട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പോയ സമയത്ത് ചെറിയൊരു കാലിൻ്റെ ചെറിയ വിരൽ കണ്ടുവര്. ആ വിരലെടുക്കാൻ തന്നെ കുറേ പ്രയാസപ്പെട്ടു. വലിയ മരങ്ങളും അതുപോലെ തന്നെ പാറകൾക്ക് കേടയിൽ വെച്ചിട്ടാണ് അതന്നെ കിട്ടിയത്. എന്നിട്ട് ഒരു കാലിൻ്റെ പീസാണ് കിട്ടിയത്. അപ്പോൾ വലിയ മരങ്ങളൊക്കെ നമ്മൾ മെഷീൻ വാൾ വെച്ചുകൊണ്ട് മുറിച്ച് മാറ്റിയിട്ടാണ് അങ്ങനെ കിട്ടിയത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ കൈവശം? കൈവശം അന്ന് ഞങ്ങളടുത്ത് മെഷീൻ വാളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ഇപ്പോഴും കുറച്ച് കോട്ടും കത്തിയൊക്കെ ആയിട്ടാണ് പക്ഷേ ഉണ്ട്. ഒപ്പം കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ 60ൻ്റെ മുകളിൽ ആളുകളുണ്ട്. എല്ലാവരും മലപ്പുറത്ത് തന്നെയാണോ? മലപ്പുറത്ത് നിന്നാണ്. തീർച്ചയായും തിരച്ചിലിനുള്ള പല സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഷ്കരമായ മേഖല, കാലാവസ്ഥ പക്ഷേ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി കാര്യമായി മഴ ഒക്കെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. ഇന്ന് ഏതായാലും 8 മണിയോടെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആര്യ. സ്വാലിഹ്, അതുപോലെ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കൂടുതൽ രൂപരേഖകൾ ഭരണകൂടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ
വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേഗത്തിൽ ഒരുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വെച്ച് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാറി താമസിക്കുന്നതിനായി ഒരു ദിവസത്തേക്ക് 300 രൂപ വീതം നൽകും. ഇത് ഒരു കുടുംബത്തിൽ പരമാവധി 2 പേർക്കാണ് ഇത്തരത്തിൽ ലഭിക്കുക. 30 ദിവസം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കിടപ്പ് രോഗികളും മറ്റുമൊക്കെ ആയ ആളുകൾ ഉണ്ട്. അവർക്കാണെങ്കിൽ ഒരു കുടുംബത്തിൽ 3 പേർക്ക് വരെ ഇത്തരത്തിൽ തുക അനുവദിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ പുനരധിവാസം വളരെ വേഗത്തിലാക്കാനും അതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി ധനസഹായവും ടൗൺഷിപ്പുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി വേണം. അതിനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടത്. ഇന്നലെയൊക്കെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലെല്ലാം സംസ്ഥാന സർക്കാർ പ്രധാനമായി ആവശ്യമുന്നയിച്ചത് ഇത്തരത്തിൽ ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക, അതനുസരിച്ചുള്ള പാക്കേജ് സംസ്ഥാനത്തിന് ലഭ്യമാക്കുക, ഒപ്പം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സംഘം ഇത് വിശദമായി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ജില്ലാ ഭരണകൂടം, ഈ സന്നദ്ധ സംഘടനകൾ, ഇതുമായി ബന്ധപ്പെട്ട ഇരകളായ ആളുകൾ, അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത് വിശദമായ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എത്ര വീടുകൾ എന്നത് സംബന്ധിച്ച കണക്കുകൾ, പ്രാഥമികമായ കണക്കുകളൊക്കെ സംസ്ഥാന സർക്കാർ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ മേഖലയും, കൃഷിയിൽ എത്ര നഷ്ടം വന്നു, വീടുകൾ എത്ര നഷ്ടമായിട്ടുണ്ട്, കെട്ടിടങ്ങൾ, സ്കൂളുകൾ, അംഗനവാടി, ഇതെല്ലാം പൂർണ്ണമായി ഇല്ലാതായ ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വ്യക്തമായ ഒരു കണക്ക് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും എന്ന് ഇന്നലെ പറഞ്ഞു. അത്തരത്തിൽ കേന്ദ്ര സഹായത്തിനു വേണ്ടിയുള്ള ശ്രമം കൂടി ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ പുനരധിവാസവുമായി ഒക്കെ ബന്ധപ്പെട്ട് 10,000-ത്തിലധികം ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പുനരധിവാസത്തിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. ആര്യ, സ്വാലിഹ് നേരത്തെ പറഞ്ഞു നിലവിലെ കാലാവസ്ഥ അത് തിരച്ചിലിന് അനുകൂലമാണ്. അപ്പോൾ ഈ ജനങ്ങളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഭാഗത്ത് നിന്ന് എത്ര പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഈ ഉദ്യോഗസ്ഥ സംഘം തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ ഇത്ര ആളുകൾ എന്ന ഒരു കണക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. പകരം 9 മണിവരെയെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 9 മണിവരെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ, ഈ തെരച്ചിലിന് പോകാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അത് ഇവരുടെ സുരക്ഷ കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എത്ര പേരാണ് കടന്നു പോകുന്നത്, ഈ തെരച്ചിൽ പങ്കാളികളാവുന്നത്, അവർക്ക് ഭക്ഷണം, അതുപോലെ അവർ തിരിച്ചിറങ്ങിയോ, രാത്രി വൈകിട്ട് തിരിച്ചിറങ്ങിയോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി സർക്കാരിന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്തരത്തിലൊരു രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വയ്ക്കുന്നില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ ദുരന്തത്തിൻ്റെ അതിജീവിച്ച ആളുകൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മാനസികമായ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. എങ്കിലും ഈ പ്രദേശം പരിചയമുള്ള ഈ വാർഡ് മെമ്പർമാർ, ഈ പഞ്ചായത്തിലെ മറ്റ് ആളുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ തന്നെ ഇടപെടുന്ന സന്നദ്ധ സംഘടനകൾ, മറ്റു മതസംഘടനകൾ, ഇവരുടെ ഒക്കെ സഹായം ഇതിനായി സ്വീകരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 13 ദിവസമായി തിരച്ചിൽ തുടരുകയാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗമായ ആളുകൾ, പല ഭാഗങ്ങളിൽ നിന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് മലപ്പുറം ചാലിയാറിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയ ഒരു സന്നദ്ധ സംഘടനയാണ്. കാന്തപുരം സുന്നികളുടെ SYS വിഭാഗത്തിൻ്റെ ഒരു സംഘമാണ്. അവർ
തിരച്ചിലിനായി കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ആളുകൾ രാവിലെ 6 മണി മുതൽ തന്നെ സംഘങ്ങളായി മുകളിലേക്ക് കയറുന്നുണ്ട്. ഈ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക്, പുഞ്ചിരിവട്ടം ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. 8 മണിയോടെ തിരച്ചിൽ പൂർണ്ണമായി ആരംഭിക്കാനാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്, ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായും 6 സോണുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെ മാനസികാവസ്ഥ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള താല്പര്യമുള്ളവർക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും നടക്കും. സ്വാലിഹ, ഈ ഉദ്യോഗസ്ഥ സംഘമൊക്കെ തന്നെ അവിടേക്ക് എത്തിത്തുടങ്ങിയോ? ഇന്ന് മറ്റ് ഉദ്യോഗസ്ഥരുടെ സംഘം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ആളുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, NDRF ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനകീയ തെരച്ചിൽ, ഈ ആളുകൾ കൂടി, സന്നദ്ധ സംഘടനകളുടെ ആളുകൾ കൂടിയാണ് ഇന്ന് തെരച്ചിലിൻ്റെ ഭാഗമാവുന്നത്. അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഈ വിഷയത്തിൽ ഒരു തെരച്ചിലിൻ്റെ സാധ്യത ഇവിടെ ഇല്ലായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം ഉണ്ടായ തെരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇന്നലെ എയർലിഫ്റ്റ് ചെയ്യുക മാത്രമാണ് ഇന്നലെ ചെയ്തിരുന്നത്. അതേസമയം ഇന്നലെ ഉദ്യോഗസ്ഥരെല്ലാം, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെയായിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. SPG സുരക്ഷയുള്ളതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഈ തെരച്ചിൽ നടന്നില്ല. ഇന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു 13ാം ദിവസം ഇന്ന് വീണ്ടും രാവിലെ 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കുകയാണ്. പരമാവധി സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നു. അത് ഇന്നും ഉപയോഗപ്പെടുത്തും. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വീടുകൾ നിന്നിരുന്ന ഭാഗങ്ങളിലെല്ലാം വിശദമായ ഒരു തെരച്ചിൽ തന്നെയാണ്, മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ തന്നെയാണ്. അതോടൊപ്പം ഈ ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് എവിടെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, എവിടെയാണ് സ്കൂൾ ഉണ്ടായിരുന്നത്, അതിൻ്റെ ആ ഭൂമിയുടെ ഒരു ഘടനയൊക്കെ മനസ്സിലാക്കിയുള്ള തെരച്ചിലാണ് ഇന്ന് പ്രധാനമായി നടക്കുക.